അത് മറന്നു ഇത് മറന്നു പറഞ്ഞ് വരണ്ട വൈകുന്നേരം. ഒന്നും മറക്കൂല. സ്വാമിനാഥൻ സാറ് ആര്യ സെൻട്രൽ സ്കൂൾ. അല്ല, സ്വാമിനാഥൻ സാറിന്റെ വീട്. അത് തന്നെ വീട്. അദ്ദേഹം അവിടെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, ഈ ഫാൻ ബെൽറ്റിന്റെ ത്രോ ശരിയാക്കാൻ അറിയോ? ഇല്ല. ഈ ഗിയർ ബോക്സിന്റെയും കാർബറേറ്ററിന്റെയും മിസ്സിംഗ് നേരെയാക്കാൻ അറിയോ? ഇല്ല. വെരി ഗുഡ്. അപ്പൊ എന്റെ അതേ അവസ്ഥ. പോട്ടെ, ഒന്ന് തള്ളിത്തരാൻ അറിയോ? ഞാൻ ജോർജ് സാറ്. അദ്ദേഹത്തെ വിളിച്ചോളൂ. ആള് കൂടുന്തോറും സ്റ്റാർട്ട് ആവാൻ എളുപ്പം. അതല്ല, ഞാൻ ബാംഗ്ലൂരിലുള്ള ജോർജ് സെബാസ്റ്റ്യൻ സാറ്. നമ്മുടെ ജോർജ്. അതെ, ഐ എം സുനിൽ. ഞാനിത് എവിടെ പോയി കിടക്കായിരുന്നു? ലോകം മുഴുവൻ അന്വേഷിച്ചല്ലോ. ഹൈദരാബാദ്, ഡൽഹി, ബോംബെ, കൽക്കത്ത, ലോകം മുഴുവൻ ഓടിയൊന്ന് ഫോട്ടോ പിടിക്കല. അതെ, ഹൈദരാബാദ് എത്തിയപ്പോഴാണ് മെസ്സേജ് കിട്ടിയത്. ഉടനെ പുറപ്പെട്ടു. അതേതായാലും നന്നായി. താൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാർ തള്ളി സ്റ്റാർട്ടാക്കി ഓഫീസിലേക്ക് പോവാം. ചിലപ്പോ അല്ലാതെ സ്റ്റാർട്ടാവും. പാടോ. സുനിൽ. ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു പ്രത്യേക സ്വഭാവവിശേഷ. എമർജൻസി വർക്കിന് ആളെ കാണത്തില്ല. ഇതങ്ങനെയുള്ള കേസല്ല സർ. ബാംഗ്ലൂരിലുള്ള ജോർജ് സെബാസ്റ്റ്യൻ സാറിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനാ. ആരാ ഈ ജോർജ് സെബാസ്റ്റ്യൻ? എന്റെ ഗുരുവാ. എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ഞാനും കരുതിയിരിക്കായിരുന്നു. അപ്പോഴാ ജോർജ് സാറിന് മെസ്സേജ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം താൻ കൊണ്ടുവന്ന ആ മാരിമുത്തുവിനും ഇതുപോലെ ശുപാർശയുടെ കെയർ ഓഫ് ഉണ്ടായിരുന്നു. അത് അവസാനം ഹിമാലയത്തിന്റെ ഫോട്ടോ എടുക്കാരെന്ന് പറഞ്ഞ അയാൾ മുങ്ങിയില്ലേ? സുനിലിന് ഹിമാലയം ഒന്നും ഇഷ്ടമല്ല സർ. അഡ്വർടൈസ്മെന്റ് ഫോട്ടോഗ്രാഫിയിൽ മാത്രമേ കമ്പുള്ളൂ അല്ലേ? ആ, പിന്നൊരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫിൽ ഭൂരിപക്ഷവും പെൺകുട്ടികളാ. നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ വെസ്റ്റേൺ അപ്രോച്ച് ഒന്നും ഞാൻ ഇവിടെ ടോളറേറ്റ് ചെയ്യില്ല. ആ കാര്യങ്ങൾ ഞാൻ വളരെ സ്ട്രിക്റ്റാ. അയ്യോ സർ, സുനിൽ ആ ടൈപ്പ് അല്ല. ഇൻഫാക്ട് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ലേശം അലർജിയുള്ള കൂട്ടത്തിലാ. എന്തിനാ അലർജി? അതും വേണ്ട, നോർമലായി ബിഹേവ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആവുമ്പോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലേ സർ? ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത്. മതി മതി. മിസ്റ്റർ സുനിൽ ഇവിടെ ജോയിൻ ചെയ്യാം. താങ്ക് യു സർ. ആദ്യത്തെ ഒരു അഡ്വർടൈസ്മെന്റ് വർക്കാണ് എറണാകുളം വാർത്താസിന് വേണ്ടി. പറ്റിയ കുറെ മോഡൽസിനെ താൻ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു സർ. പറ്റേ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. സ്വാമിദേവൻ എന്താ പോകത്തെ? ഇവിടേക്ക് ഒന്ന് പൊടി തട്ടി ശരിയാക്കണമെന്നേ ഉള്ളൂ. മുറി എനിക്കിഷ്ടായി. ഇഷ്ടാവാതിരിക്കണ എങ്ങനെയാ? കമ്പനി വക ഫോണ്, ടിവി, ടിവി, ഫ്രിഡ്ജ്, ഫർണിച്ചർ. ഏതായാലും വൈകുന്നേരങ്ങളിൽ റിലാക്സ് ചെയ്യാൻ എനിക്കൊരു താവളമായി. വീട്ടില് നിഷിദ്ധമാണേ. എന്ത്? തങ്കമണി ഇരിക്കപ്പുറത്ത് തരില്ലേ? സാറിന് ചേച്ചി പേടിയല്ലേ? ഹേയ്, പേടിയോ? ഒട്ടുമില്ല. എന്റെ നിഴല് കണ്ട അവള് വിറയ്ക്കും. അതാ അവിടുത്തെ സ്ഥിതി. പിന്നെ ഈ കുടുംബാന്തരീക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ രാവിലെ കയറി വന്നപ്പോ കണ്ടതോ? എന്ത്? അല്ല, ചേച്ചി എന്തോ വഴക്ക് പറയണതും സാറ് വിഷമിച്ച് നിൽക്കണതും. അത് വഴക്ക് പറഞ്ഞൊന്നുമില്ല. അവളുടെ ഒച്ച അങ്ങനെയാ. താരാട്ട് പാടുന്നത് കേട്ടാലും വഴക്ക് പറയാണെന്നേ തോന്നൂ. ആള് ശുദ്ധ പാവ. അതെ, താൻ കഴിക്കോ? അയ്യോ ഇല്ല. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും ആദ്യം കഴിക്കാറില്ലായിരുന്നു. ഒരു ദിവസം കഴിച്ചു നോക്കിയപ്പോ നല്ല രുചി. പിന്നെ ഇതുവരെ നിർത്തിയിട്ടില്ല. പിന്നെ ഞാൻ കഴിക്കുന്നോണ്ട് വിരോധമില്ലല്ലോ. ഓ, എന്തിന്? സാറല്ലേ കഴിക്കുന്നേ? അതല്ല, ഇവിടെ ഇരുന്ന് കഴിക്കുന്നോണ്ട്. അയ്യോ, അതിന് എനിക്ക് യാതൊരു വിരോധമില്ല സാറേ. ഓ, ഈ സാറെന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കാമോ? അതൊക്കെ ഓഫീസിൽ മതി. പിന്നെ ഞാനെന്ത് വിളിക്കാ? ഏട്ടാന്ന്. എന്താ കുഴപ്പമുണ്ടോ? ഒന്ന് വിളിച്ചു നോക്കി. ഏട്ടാ. വെരി ഗുഡ്, നൈസ്. അത് കറക്റ്റ്. വെള്ളം സോഡ എന്താണെന്ന് ചേർത്തോ. ശരി. ആ മുഖം അല്പം ലെഫ്റ്റിലേക്ക് തിരിക്കണം. അങ്ങനെയല്ല, പേരെങ്ങനെ അറിഞ്ഞായിരിക്കും അല്ലേ? കാണാൻ കൊള്ളാവുന്ന ഒരു മോഡൽ വരുമ്പോ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും മനസ്സിലാക്കണ്ടേ? നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കണോ. ഇത്രയും ബലം വേണ്ട. അതെ, ഈ ദേഹത്തോട്ടുള്ള ഫോട്ടോ പിടുത്തം വേണ്ട. ദേഹത്തോടാതെങ്ങനെ ഒരു പോസ് കാണിച്ചിരുന്നത്? ഇതന്നെ വെണ്ണയാണോ തൊട്ടാടന്ന് ഉരുക്കി പോവാൻ? പറഞ്ഞാ മതി. പറഞ്ഞാ വേണ്ടത്ര എഫക്ട് കിട്ടില്ല. എഫക്ട് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യും. എന്താ വിചാരിച്ച എന്നെ പറ്റി? What do you think of me? ഇങ്ങനെ മോഡൽ അവൻ ക്രേസ് ആയിട്ട് നടക്കാന്നാ സ്വാമി സാർ പറഞ്ഞോടാ. ഞാൻ അധികം വാച ഓടിക്കല്ലേ മോളെ, പോസ് വെച്ചു. ഫോട്ടോ ശരിയാകാത്ത ചാൻസ് പോയ പിന്നെ എന്നെ കുറ്റം പറയരുതേ. ഒട്ടും കുറ്റം പറയില്ല. അതെ,
മോഡലിംഗ് ചെയ്ത് കാശുണ്ടാക്കി വീട്ടിൽ കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അത്യാവശ്യത്തിന് കാശും പ്രതാപമുള്ള നല്ല ഒന്നാന്തര നായർ തറവാട്ടിലെ കുട്ടിയാ ഞാൻ. അത് മുഖം കണ്ടാ അറിയാലോ, പക്ഷെ പെരുമാറ്റം കണ്ടാ അറിയില്ല. വാട്ട്? ചൂടാവണ്ട, എനിക്കൊരു കുടുംബമൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ കുടുംബമാണെന്നേ ഉള്ളൂ. എന്ന് വെച്ച് പണത്തിനും അന്തസ്സിനും ഒട്ടും കുറവില്ല. പാലായിലെ നല്ല ഒന്നാന്തര നസ്രാണി കുടുംബം എന്റേത്. കേട്ടിട്ടുണ്ടാവും പനച്ചിക്കൽ തറവാട്. തന്റെ കുടുംബ പുരാണം കേൾക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. എഴുതിയൊരു ബുക്കാക്കി തന്നാ സമയം കിട്ടുമ്പോ വായിച്ചോളാം. ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ദാ. ഓ, നേരിട്ട് കാണുന്ന പോലെ അല്ല കേട്ടോ, ക്യാമറയിലൂടെ കാണുമ്പോ അതിലും ഭംഗിയാ. ഒന്നും അത്ര പോരാ. ഇവിടെ മോഡൽസിനെ കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. അതെങ്ങനെയാ? എല്ലാത്തിന്റെയും ഭാവം സുസ്മിതാ സെന്നും ഐശ്വര്യ റോയും ഒക്കെ ആണെന്ന കോലം ജിറാഫിന്റെയും നീർക്കോലിയുടെ ഒക്കെ. ഇവറ്റൊന്നും ആഹാരം കഴിക്കാറില്ലേ? ഫോട്ടോജനിക്കായ ഒറ്റ ആളേ ഉള്ളൂ സാർ. ആ കൊള്ളാം, വലിയ കുഴപ്പമില്ല. അയ്യോ, ആ കോംപ്ലിമെന്റ് മാത്രം പോരാ. ഷീ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട്. എത്ര ലീഡിംഗ് മാഗസിൻസിന് വേണ്ടി എത്ര നല്ല മോഡൽസ് എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കാർക്കും ഇത്രയും സൗന്ദര്യമില്ല. പിന്നെ ഈ പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നോക്കിയാലും ഇത്രയും പേഴ്സണാലിറ്റി വേറെ ആർക്കും ഉണ്ടാവും തോന്നില്ല. ഒരാളുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത് അയാൾ വളർന്നു വന്ന ചുറ്റുപാടും കൂടിയാണല്ലോ. ആ കണക്ക് നോക്കുമ്പോൾ ഒരു നല്ല മോഡൽ ഇന്റലിജന്റും കൂടി ആയിരിക്കണമെന്ന തിയറി. ഈ കുട്ടി ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ്. അല്ല, ഇത്രയും ഡീറ്റെയിൽസ് തനിക്ക് എങ്ങനെ അറിയാം? അതെന്റെ ജോലിയുടെ ഭാഗമാണല്ലോ സാർ. ബാംഗ്ലൂരിലെ ഒരു പ്രശസ്ത കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റാങ്ക് ഹോൾഡർ എന്നൊക്കെ പറയുമ്പോ അക്കാര്യമൊന്നും പറയണ്ട. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം പ്രീമിയർ വിഷൻസ്. വലിയ ഇന്റലിജന്റ് ആണ് പോലും. ലീവ് ഇറ്റ് സ്വാമിനാഥൻ. ദിസ് ഗേൾ ഈസ് ഓക്കെ ഫോർ മീ. ഐ ആം ഓൾസോ ഓക്കെ ഫോർ ദിസ് ഗേൾ. അല്ല, ഈ പെൺകുട്ടി കറക്റ്റ് എന്ന് പറയായിരുന്നു. കറക്റ്റ് അല്ലേ? അതെ. ജസ്റ്റ് 30 സെക്കൻഡ് ഉള്ള ഒരു പരസ്യ ചിത്രമാണ് മസാലപ്പൊടിക്കാർക്ക് വേണ്ടത്. ഒരു 60 സെക്കൻഡെങ്കിലും ഇല്ലാതെ മാറ്റർ വ്യക്തമാക്കാൻ പറ്റുമോ സാർ? അവിടെയാണല്ലോ നമ്മുടെ കഴിവിരിക്കുന്നത്. ഒരു ഐഡിയ ഞാൻ പറയാം. പരീക്ഷയിൽ തോറ്റ മകൻ അമ്മയുടെ അടുത്ത് പ്രോഗ്രസ് കാർഡുമായി വരുന്നു. അമ്മയുടെ 2 അടി അവന് കട്ട്. അച്ഛൻ ഓടി വരുന്നു. സുമതി അവനെ തള്ളിയിട്ട് കാര്യമില്ല, അവന് ഗോളം മസാലപ്പൊടി ചേർന്ന ആഹാരം കൊടുത്ത് പഠിപ്പിച്ചു നോക്കൂ. കട്ട്. അടുത്തൊരു കപ്പുമായി അവൻ ഓടി വരുന്നു. അവന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. അവൻ കപ്പ് ഉയർത്തിപ്പിടിക്കുമ്പോൾ അനൗൺസ്മെന്റ്: പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ഗോളം മസാലപ്പൊടി. മസാലപ്പൊടി കഴിച്ച് ഈ ലോകത്ത് ആരെങ്കിലും പരീക്ഷ പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഷണ്ടിക്കുള്ള എണ്ണ വെച്ച് ആരുടെങ്കിലും കഷണ്ടി മാറിയിട്ടുണ്ടോ? ഇതൊക്കെ പരസ്യതന്ത്രത്തിന്റെ ഒരു ഭാഗ. എന്നാലും ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കലല്ലേ? പരസ്യം കണ്ട് ജനങ്ങൾ പറ്റിക്കപ്പെടാൻ തയ്യാറായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇതാടോ ഈ കമ്പ്യൂട്ടർ ഡിസ്ക് പ്രീമിയർ വേഷനിൽ കൊണ്ടുപോയി കൊടുക്കാൻ സാറിനോട് പറയാൻ എംഡി പറഞ്ഞു. അതാ തന്നോട് കൊണ്ടുപോയി കൊടുക്കാൻ പറ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അയ്യോ, അത് പറ്റില്ല സാർ. സാർ തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത് ഇതിന്റെ മാറ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിൽ അവിടെ വെച്ചേക്ക്. ഓ, എവിടെ കൊണ്ട് കൊടുക്കണമെന്നാ പറഞ്ഞേ? പ്രീമിയർ വിഷൻസില് 2 ആളുടെ പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സാറിന് ബിസി ഷെഡ്യൂളിലേക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ ഇതൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. മാറ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഇതാണ് ടീം. പിന്നെ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. ഏയ്, ഹേമയെ കാണാൻ വേണ്ടിയൊന്നുമല്ല. സാറ് തെറ്റിദ്ധരിക്കുക. ഹേമയോ? അതാരാ? അപ്പൊ സാറ് പറഞ്ഞു? എന്തു പറഞ്ഞു? ഹേമ എന്നൊരു പേരേ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. എക്സ്ക്യൂസ് മീ, മിസ് ഹേമ എന്ന് കാണണം. 1 മിനിറ്റ്. എന്താ പേര്? സുനിൽ ഫ്രം സ്കൈ ബൈസ് അഡ്വർടൈസേഴ്സ്. ഹലോ, 1 മിസ്റ്റർ സുനിൽ വെയിറ്റിംഗ് ഫോർ യു. ചെന്നോളൂ. ഫസ്റ്റ് ഫ്ലോർ റൈറ്റ് സൈഡ് കോർണർ. താങ്ക് യു. ഹേമേ, ഇത് തരാനാ വന്നത്. അവിടെ വെച്ചിട്ട് പറ്റുള്ളൂ. അങ്ങനെ വെച്ചിട്ട് പോയാലും ശരിയാകത്തില്ല. നേരിട്ട് ഏൽപ്പിച്ച് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ട് വരാമെന്ന് സ്വാമി സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അതല്ലേ എന്നെ തന്നെ വിട്ടത്. ഹലോ. അതായത് സ്ക്രീനിന്റെ വലത്തെ കോണിൽ നിന്നും ഒരു കൈ നീണ്ടു വരണം. 6 ഇഞ്ച് നീളം, 2 ഇഞ്ച് വീതി. അതിൽ മഞ്ഞ അക്ഷരത്തിൽ പ്രോഡക്റ്റിന്റെ പേര്. ഓക്കെ, സിമ്പിൾ. അതെ, ഫ്ലോപ്പിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ഗ്രാബ് ചെയ്യണം. ആകെ 800 MB കപ്പാസിറ്റി. ഓഹോ. ഹാർഡിൽ നിന്ന് കളർ മോണിറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് MS DOS മെനു എടുക്കണം. അതിന് കുറച്ച് നേരവും. ഡോട്ട് സിഗ്നൽസ് ഇപ്പൊ ചെയ്യുന്നത്. അതിനിടയ്ക്ക് മൗസ് സ്റ്റക്കായി. മൗസോ? എലി. ഈ കമ്പ്യൂട്ടറിലുണ്ട് ഒരു എലി. നീ ഓടി നടക്കുന്നില്ലേ? അറിയില്ല. അയ്യോ. ഓഹോ, ശരി. അപ്പോഴേ ഈ ക്യാമറ അപ്പർച്ചറിനെ കുറിച്ചും ലെൻസ് സെൻസിറ്റിവിറ്റിയെ കുറിച്ചും ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ? കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതിൽ ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വിവരമുള്ള ആളുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതി. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാ പോരെ? ഒരു കാര്യം കൂടെ പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാരിയുടെ അഡ്വർടൈസ്മെന്റ് മോഡലായി സെലക്ട് ചെയ്ത കാര്യമല്ലേ? അതെ, അതും സ്വാമി സാർ പറഞ്ഞു.
സ്വാമി സാർ പറഞ്ഞു അല്ലേ? ആ. അപ്പൊ ശരി. സ്വാമി. താൻ ഇത്ര പാവമായിപ്പോയല്ലോ. പാവങ്ങൾക്കും ദുർബല മനസ്സുകൾക്കും വിധിച്ചിട്ടുള്ളതല്ല പ്രേമം. ധീരന്മാർക്കും ആത്മവിശ്വാസമുള്ളവർക്കും മാത്രമേ അതിന് അർഹതയുള്ളൂ. കേട്ടിട്ടുണ്ടോ ആ ചൊല്ല്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഫിറ്റ് ആവുന്നത്. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. അത് മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പുറത്തെടുക്കണ്ടേ? നാലാൾ അറിയണ്ടേ? ഒന്നുമില്ലെങ്കിൽ തന്റെ പ്രേമഭാജനമെങ്കിലും അറിയണ്ടേ? അതറിയിക്കാന്ന് വെച്ചിട്ടാ പ്രീമിയം വിഷൻസിൽ പോയത്. ചമ്മും. ധൈര്യമില്ലാത്തവരെപ്പോഴും ചമ്മും. 3 കൊല്ലം ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് പ്രേമിച്ചവനാ ഈ പറയുന്നത്. അതെന്താ മുന്നേ നടക്കാൻ മേലായിരുന്നോ? ഒറ്റ തൊഴി വെച്ചെന്നാണല്ലോ. പറ